എങ്ങനെ സ്കോർ തീരുന്നതിന് മുന്നേ എങ്ങനെ UK പോകാം എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. അതിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ആണ് ഈ പറഞ്ഞ നഴ്സസിന് UK പോകാനായിട്ടുള്ളത്. ഇപ്പോൾ BSc നഴ്സസിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് പറയാനായിട്ടും അല്ലെങ്കിൽ വളരെ ഷുവറായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം. GNM നഴ്സസിന് ഓപ്ഷൻ ഉണ്ടാകും. അവർക്ക് OSCEക്ക് വേണ്ടിയിട്ട് പാരലലി പ്രിപ്പയർ ചെയ്യുകയും ആ എക്സാം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ പിൻ അറ്റൈൻ ചെയ്ത് വെക്കാം. ഇതിൻ്റെ ലാസ്റ്റ് 15 years ആയിട്ട് നിങ്ങൾ നഴ്സസ് റിക്രൂട്ട്മെൻറ്റ് രംഗത്ത് സജീവമാണ്. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. UK പോകാൻ വേണ്ടി OET ക്ലിയർ ആയ ഒരുപാട് നഴ്സസ് നമ്മുടെ നാട്ടിലുണ്ട്. പല നഴ്സസും NMC രജിസ്ട്രേഷൻ കിട്ടിയിട്ട് OETയുടെ കാലാവധി തീരാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വാട്ട് ഈസ് ദെയർ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി അധികം നഴ്സസ് UK സ്കോർ കിട്ടി, OET എക്സാം എഴുതി UK സ്കോർ കിട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവർക്ക് ആർക്കും തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ NHSൻ്റെ സൈഡിൽ നിന്ന് ഓപ്പൺ അല്ല. ഒരു ഫർദർ 2-3 വർഷത്തേക്കും അധികം ഓപ്പണിങ്സ് വരില്ലെന്നാണ് ഇതുവരെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് പാനിക്കാണ്. എങ്ങനെ ഇപ്പോൾ ഞങ്ങൾ OET എക്സാം എഴുതി പാസ്സായി, അവരുടെ സ്കോർ എങ്ങനെ വാലിഡേറ്റ് ചെയ്യും, എങ്ങനെ സ്കോർ തീരുന്നതിന് മുന്നേ എങ്ങനെ UK പോകാം എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. അതിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ആണ് ഈ പറഞ്ഞ നഴ്സസിന് UK പോകാനായിട്ടുള്ളത്. അതിൽ നമുക്കിപ്പോൾ BSc നഴ്സസിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് പറയാനായിട്ടും അല്ലെങ്കിൽ വളരെ ഷുവറായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം. GNM നഴ്സസിന് ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു 2ാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ, നിങ്ങളൊരു BSc നഴ്സ് ആണെങ്കിൽ BSc നഴ്സസിന് അവരുടെ UK സ്കോർ ഉണ്ടെങ്കിൽ നമ്മൾ UK രജിസ്റ്റേർഡ് നഴ്സ് ആവുന്നത് അവിടെ ചെന്ന് അവരൊരു OSCE എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്ന ഒരു ലേബലിലോട്ട് എത്തുക. അപ്പം UK സ്കോറുള്ള ഒരു കുട്ടി ഇവിടുന്ന് NMC രജിസ്ട്രേഷൻ ചെയ്ത് NMC കഴിഞ്ഞ് അവരുടെ CBT രജിസ്ട്രേഷൻ ചെയ്ത് അതിനുശേഷം ഇവിടുന്ന് UK ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് OSCE എക്സാം എഴുതി അവരുടെ രജിസ്റ്റേർഡ് നഴ്സ് എന്നുള്ള പിന്നെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റേർഡ് നഴ്സിലോട്ടുള്ള ഒരു പാത്ത്, ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു എംപ്ലോയറെ സെർച്ച് ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ നഴ്സസിന് ഇതെങ്ങനെ പോവാം, UK എങ്ങനെ പോവാം, അല്ലെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സസിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതിൽ മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ എനി ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് UK എടുക്കുകയാണെങ്കിൽ 1 year സ്റ്റഡി പ്രോഗ്രാമാണ് ബേസിക്കലി ഇതുള്ളത്. അപ്പോൾ BSc നഴ്സസിന് MSc നഴ്സിംഗ് എടുക്കുകയാണെങ്കിൽ അവരെ അപേക്ഷിച്ച് അവരെ ഒരു ലെവലപ്പ് പ്രോഗ്രാം പോലെയാണ് MSc നഴ്സിംഗ്. അവരുടെ സ്കെയിൽ ഓഫ് സാലറിയും MSc നഴ്സിങ്ങിന് ചേർന്ന് അല്ലെങ്കിൽ അത് ക്ലിയർ ആയതിനു ശേഷം അവരുടെ സ്കെയിൽ ഓഫ് സാലറി മാറും, അവരുടെ ലെവൽ മാറും. അതോടൊപ്പം തന്നെ 1 വർഷത്തോളം അവർക്ക് സമയം കിട്ടുകയാണ്. ഈ അവിടെ MSc നഴ്സിങ്ങിന് ചേരുന്ന സമയത്ത് തന്നെ അവർക്ക് OSCEക്ക് വേണ്ടിയിട്ട് പാരലലി പ്രിപ്പയർ ചെയ്യുകയും ആ എക്സാം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ പിൻ അറ്റൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ OET വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ OSCE എക്സാം എഴുതാനും ഇതിൻ്റെ പിൻ എടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഈ വാലിഡിറ്റി ഈ വർഷം ഒരു ലാസ്റ്റ് വരെയൊക്കെ ഈ കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ ഇവർ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ചെന്നതിന് ശേഷം ഈ പറഞ്ഞ OSCE ഡേറ്റും ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഒരു ഒക്ടോബർ സമയത്തേക്ക് OSCE ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഈസി ആയിട്ട് ഈ OSCE കംപ്ലീറ്റ് ചെയ്ത് ഇവരുടെ പിൻ അറ്റൈൻ ചെയ്ത് വെക്കാം. പിൻ വൺസ് അവർ പിൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട് ഈ പറഞ്ഞ രജിസ്റ്റേർഡ് നഴ്സിൻ്റെ പിന്നെടുക്കുന്നതിന്. അതേസമയം അവർ സെപ്റ്റംബറിൽ MSc നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴേക്കും MSc നഴ്സിംഗ് കഴിയും. അപ്പോൾ വൺസ് ഇവരൊരു MSc നഴ്സിംഗ് കഴിയുമ്പോഴേക്കും ഇവരെ അപേക്ഷിച്ച് ഇവർ വളരെ സേഫർ ഹാൻഡ്സിലാണ്. ഇവരുടെ OET വാലിഡിറ്റി ഇവർ സേഫ് ആക്കി, ഇവർ പിൻ ഓൾറെഡി എടുത്തു. ഈ പിന്ന് വെച്ചിട്ട് ഇവർക്ക് ഈ 1 year തന്നെ ജോബുകളൊക്കെ എവിടെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ഒരു ജോബിലോട്ട് ഇന്നാവാനായിട്ട് പല എംപ്ലോയീസിന് ഇൻ്റർവ്യൂസ് വരെ കൊടുക്കാം. പക്ഷേ ഇവർക്കൊരു ജോബിലോട്ട് ഇന്നാവണം എന്നുണ്ടെങ്കിൽ ഈ MSc നഴ്സിംഗ് കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം. ഇപ്പോഴത്തെ സിനാരിയോയിൽ UK ഒരു സ്റ്റഡി അബ്രോഡിന് അല്ലെങ്കിൽ സ്റ്റഡി വിസയ്ക്ക് പോകുന്ന ഒരാൾക്ക് 4 മാസം കഴിയുമ്പോൾ ജോലി കിട്ടിയാൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ വേറൊരു ജോബിലോട്ട് കയറാനുള്ള ഒരു പോസിബിലിറ്റി UK കൊടുക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈ MSc നഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വർഷത്തെ സ്റ്റേ ബാക്ക് UK കൊടുക്കുന്നുണ്ട്. അപ്പോൾ MSc നഴ്സിംഗ് എടുക്കുന്ന ഒരു നഴ്സ് UK സ്കോറും കൂടെ ഉള്ള കുട്ടിയാണ്. ആ കുട്ടി അവിടെ ചെന്ന് OSCE ക്ലിയർ ചെയ്ത് അവരുടെ ഈ പറഞ്ഞ പിൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ 100% അവർക്ക് ജോബിലോട്ട് ഇന്നാകാൻ പറ്റും. അവർ ജോബിലോട്ട് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ഫാമിലീനെ കമ്പനി ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതെല്ലാം പോസിബിൾ ആവും. പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. എങ്ങനെ ഈ പറഞ്ഞ പോലെ അയ്യോ ഞാനിപ്പം UK സ്കോർ കിട്ടി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇത്ര ഞാൻ പൈസ മുടക്കുന്നത് വെറുതെ ആവോ, ഇനിയിപ്പം സ്റ്റഡിക്ക് പോയാൽ ഒരിക്കലും വെറുതെ ആവില്ല. അവർ ആ MSc നഴ്സിംഗ് പഠിക്കുന്നതുകൊണ്ട് അവരുടെ ലെവൽ അപ്പ് ആവുകയും അവരുടെ സാലറി സ്കെയിൽ കൂടുകയും ചെയ്യുള്ളൂ. 100% അവർക്ക് ജോലി അറ്റൈൻ ചെയ്യാനായിട്ട് 3 വർഷത്തെ ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പീരീഡ് അവർക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് ഈ പറഞ്ഞൊരു മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകണം. ഇത് കൂടാതെ നഴ്സസിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അവർക്ക് വിസിറ്റ് വിസയിൽ ഇവിടുന്ന് ഈ പറഞ്ഞ കുട്ടികൾക്ക് പോകാം. അതിൽ പലർക്കും ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ വിസ റിജക്ഷൻ സാധ്യതകളും വരാറുണ്ട്. ഗ്യാപ്പ് ഉണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലോ ഒക്കെ വിസ റിജക്ഷൻസ് വരാറുണ്ട്.
മാത്രമല്ല അത് 6 മാസത്തെ പീരീഡിലാണ് ഈ വിസ അല്ലെങ്കിൽ നമുക്ക് വിസിറ്റ് വിസ കിട്ടുന്നത്. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഓസ്കി എക്സാം എഴുതിയിട്ട് അവിടെ ഒരു ജോബ് സെർച്ച് ചെയ്യാൻ വേണം. ആ വിസിറ്റ് വിസയുടെ സമയത്ത് അവർക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് വേറൊരു ഏണിംഗ് പോസിബിലിറ്റി ഇല്ല. 6 മാസത്തിലുള്ള ജോബ് കിട്ടിയില്ലെങ്കിൽ അവർ തിരിച്ചു വരികയും കൂടെ വേണം. പിന്നെ MSc നഴ്സിംഗ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം നമ്മളിപ്പോൾ UK ചെയ്യുമ്പോൾ ഇതിലൊരു വെരി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS ഇതിന് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ OET സ്കോർ നിങ്ങൾക്ക് UK സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പറഞ്ഞൊരു MSc നഴ്സിങ്ങിനോ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനോ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് UK പോകാം. വേറെ IELTS എഴുതേണ്ടയോ വേറെ എക്സാംസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോഴത്തെ സിനാരിയോയിൽ ഒരു UK സ്കോർ കിട്ടിയിരിക്കുന്ന കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം UK ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുക, അവിടെ എത്തുക, അതിൻ്റെ 2 ഇയർ സ്റ്റേ ബാക്കും കൂടെ അറ്റൈൻ ചെയ്ത് അതിനുള്ളിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സ് എന്നുള്ള പൊസിഷനിലോട്ട് അവിടെ തന്നെ നിന്ന് ജോബ് കണ്ടെത്തുക, സെറ്റിൽ ആവുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റും. എനിക്ക് മനസ്സിലായ കാര്യം BSc നഴ്സിന് OET സ്കോർ ഉണ്ടെങ്കിൽ UK ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം 1 ഇയർ ഡ്യൂറേഷനുള്ള മാസ്റ്റർ പ്രോഗ്രാം അവർക്ക് ചെയ്യാൻ പറ്റും. അവർ ആ സമയത്ത് തന്നെ അവർക്ക് പിൻ നമ്പർ എടുക്കാം, ജോബ് കിട്ടാനും സെറ്റിൽ ചെയ്യാനും വളരെ എളുപ്പമാണ്. 100% ഗ്യാരണ്ടിയാണ്. അതാണ് നഴ്സസിനെ സംബന്ധിച്ച് അവർ ഇവിടുന്ന് തന്നെ ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് നേടിയിട്ടുണ്ട്. ഇനിയും വിദേശത്ത് പോയി പഠിച്ച് ഒരു മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നത് ശരിക്കും ഒരു എക്സ്പെൻസീവ് ആയ പ്രോസസ് അല്ലേ? ഓവർസീസ് എഡ്യൂക്കേഷൻ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല. കാര്യം പല നഴ്സസും ഈ പറഞ്ഞ പോലെ UK ഇപ്പോൾ ഓസ്കി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പോകുന്ന കുട്ടികളുണ്ട്. അവരാണെങ്കിലും അവിടെ ഒരു വിസിറ്റ് വിസയിൽ പോയി ഈ 5-6 മാസം വരെ നിന്ന് അതിനിടയിൽ ഓസ്കി ക്ലിയർ ചെയ്ത് ജോബ് സെർച്ച് ഒക്കെ ചെയ്താലും അവർക്കൊരു 6 to 7 lakhs ടോട്ടൽ എക്സ്പെൻസ് വരും. അവർക്ക് അക്കോമഡേഷൻ, ടിക്കറ്റ്സ്, കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്ക് അവിടെ ഒരു ജോബ് കിട്ടണമെന്ന് ഭയങ്കര നിർബന്ധമില്ല അത്രയും ഷോർട്ട് സ്പാനിൽ. ഇവിടെ ഇവർക്ക് ഏകദേശം ഒരു 3 വർഷത്തെ ലോങ് സ്പാൻ ഓഫ് ടൈം അവർക്ക് UK നിൽക്കാനുള്ള പെർമിഷൻ കിട്ടുകയാണ് ഒരു MSc നഴ്സിംഗ് എടുക്കുമ്പോൾ. അവർക്ക് 100% ഒരു ജോബിലോട്ട് ഇന്നാനുള്ള എല്ലാ പോസിബിലിറ്റിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MSc നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സിൻ്റെ പ്രോഗ്രാം എടുത്താലോ 100% അവർക്ക് ഓപ്പണാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക, ഒരു നേഴ്സ് UK ഇനി സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവർക്ക് UK സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ 100% മാസ്റ്റേഴ്സ് ഒരു പ്രോഗ്രാം എടുത്ത് പോവുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. ഇപ്പോൾ എടുക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. അതിന് പലരും കൺഫ്യൂസ്ഡ് ആണ്, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണോ, NHS ഇനിയിപ്പോൾ ഓപ്പൺ ആവുമോ ഇല്ലയെന്നൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോൾ ഗൾഫിൽ പോയാലോ എന്നൊക്കെ. പക്ഷെ ഒരിക്കലും UK സ്കോർ വരെ എത്തിയിട്ട് ഇനി ഞാൻ ഗൾഫിൽ പോവാം എന്നൊക്കെ ചിന്തിക്കുന്നത് ഭയങ്കര ഫൂളിഷ്നെസ് ആയിരിക്കും. അതിന് ഇപ്പോൾ ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ലോണൊക്കെ അവൈലബിൾ ആണ് ബാങ്ക്സിൽ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രീം UK ഡ്രീം ചെയ്ത് നിങ്ങൾ OET എക്സാം ഒക്കെ പഠിച്ച് UK സ്കോർ വരെ എത്തിയെങ്കിൽ 100% UK എത്താനുള്ള ഫർദർ ഓപ്ഷൻ ഉള്ളപ്പോൾ അത് 100% അവർ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. സ്റ്റഡി എബ്രോഡിൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് MSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ഏകദേശം കാനഡീസിന് ഏകദേശം ഒരു 13 ലക്ഷം രൂപ മുതൽ ഫീസിൽ പല യൂണിവേഴ്സിറ്റികളും MSc നഴ്സിംഗ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിൻ്റെ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഹയർ കോസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കമ്പയർ ടു നമ്മളൊരു വിസിറ്റിൽ പോയി ഓസ്കി എഴുതുന്ന എക്സ്പെൻസ് കമ്പയർ ചെയ്യുമ്പോൾ. മാത്രമല്ല ഈ സ്റ്റഡി എബ്രോഡിൽ അല്ലെങ്കിൽ MSc നഴ്സിങ്ങിന് പോകുന്ന ഒരു നഴ്സിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ വീക്കിലും 20 hours വെച്ച് വർക്ക് ചെയ്യാം, വെക്കേഷൻ ടൈമിൽ 40 hours വർക്ക് ചെയ്യാം, അവർക്ക് അതിൻ്റെ കൂടെ ഏൺ ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ അടയ്ക്കുന്ന ഈ 13 ലക്ഷം രൂപ അല്ലെങ്കിൽ 14 ലക്ഷം രൂപ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് അവർക്ക് ഏകദേശം ഒരു 4-5 ലക്ഷം രൂപ അവർക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ സേവ് ചെയ്യാനും കൂടെ പറ്റും, ഈ അക്കോമഡേഷൻ്റെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു രീതി പറഞ്ഞാൽ ഇവരൊരു ആക്ച്വലി ഒരു 8 to 9 lakhs ഇവരുടെ കോഴ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു MSc നഴ്സിംഗിലോട്ട് അപ്ഗ്രേഡ് ആവും. മാത്രമല്ല അവരൊരു പിന്നേഴ്സ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ജോബ് സ്പോൺസർഷിപ്പ് കിട്ടിയാൽ അവർക്ക് അവരുടെ ഫാമിലീനെ അക്കമ്പനി ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇവർക്കൊരു സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സസിന് കൃത്യമായിട്ടുള്ളത്. ഒരു UK സ്കോർ കിട്ടിയ ഒരു കുട്ടിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പോസിബിലിറ്റി ഇതായിരിക്കും.